ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മാരാർജി നമസ്തേ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ മേടത്തിലും ഇടവത്തിലും വ്യാഴത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ, ശുഭാശുഭങ്ങൾ നാം ചർച്ച ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിലൂടെ സഞ്ചരിക്കണം. ഗുണങ്ങളും ദോഷങ്ങളും നിറഞ്ഞതാണ് ജീവിതം. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഇവിടെ മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഫലം എന്ന വിഷയമാണ്. എന്താണ് മിഥുനൻ രാശി? നമ്മൾ മിഥുനൻ രാശിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ മിഥുനൻ രാശി മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലും 3ാമത്തെ രാശിയാകുന്നു. ഇത് ബുധന്റെ സ്വക്ഷേത്രമാണ്. കൗശലങ്ങളും യുക്തിയും നിറഞ്ഞ ബുധന്റെ സ്വക്ഷേത്രമാണ്. ഈ രാശിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ രാശിയുടെ ചിഹ്നം എന്താണ്? ഒരു പുരുഷനും സ്ത്രീയുമാണ്. സുഖലോലുവരാണ്, സ്ത്രീലോലുവരാണ്. ആരുമായും കമ്പനി കൂടി സൗഹാർദ്ദം സ്ഥാപിക്കുന്നവരാണ്. ആരുമായും സൗഹൃദത്തിലൂടെ വന്ന് ചങ്ങാത്തം സ്ഥാപിച്ച് ഉപചാരപൂർവം സ്വീകരിക്കുന്ന രാശിയാകുന്നു മിഥുനം രാശി. സുരത ഉപചാര കുശലഹ. അങ്ങനെയുള്ള മിഥുനം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിന്റെ ചാരവശാലുള്ള ഫലം നാം ചർച്ച ചെയ്യുന്നത്. മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിന് 2 ആധിപത്യമാണ് ഉള്ളത്. 7ാം ഭാവമായ ധനുവിൻ്റെയും 10ാം ഭാവമായ മീനത്തിൻ്റെയും ആധിപത്യമാണ് ഉള്ളത്. എന്താണ് 7ാം ഭാവം? 7ാം ഭാവം വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമാഹ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാന്യപി സപ്തമാത്. വിവാഹം, മദനം, ഭാര്യാസുഖം, യാത്ര, പോക്കുവരവ്, ഭാര്യയുടെ സ്വത്ത്, സ്ത്രീസത്മ, ഭാര്യാഗൃഹം, ഇതൊക്കെ ചിന്തിക്കുക 7ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ഈ 2 രാശികളിലും മൂലക്ഷേത്ര ബലം വ്യാഴത്തിന് 7ാം ഭാവത്തിലാണ്. പിന്നെ വ്യാഴത്തിന് 10ാം ഭാവത്തിന്റെ ആധിപത്യവുമാണ് ഉള്ളത്. എന്താണ് 10ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10ാം ഭാവം എന്നാൽ ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബനമേത സർവം ചിന്യം ഹി ദശമതഃ. ദേവാലയം, നഗരസഭകൾ, തൻ്റെ എല്ലാ രീതിയിലുമുള്ള കർമ്മങ്ങൾ, തൻ്റെ ആജ്ഞ, തൻ്റെ ആശ്രയം, ഇതൊക്കെ ചിന്തിക്കേണ്ടത് 10ാം ഭാവം കൊണ്ടാണ്. ഈ പറഞ്ഞ വ്യാഴം മിഥുനം രാശിക്കാർക്ക് ഇന്ന് നിൽക്കുന്നത് പ്രായേണ പിഴച്ച 12ാം ഭാവത്തിലാണ്. അതാണ് മിഥുനം രാശിക്കാർക്ക് ഈ ചാരവശാലുള്ള വ്യാഴത്തിന്റെ മാറ്റം ഗുണപരമാണോ ദോഷപരമാണോ എന്ന് നാം ചിന്തിക്കുന്നത്. ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ഈ വ്യാഴം ഗുണഫലത്തെ ചെയ്യുന്ന വർഷമല്ല. ഈ മെയ് 1 മുതൽ 2025 മെയ് 15 വരെയുള്ള 1 വർഷം 15 ദിവസം വ്യാഴം ചാരവശാൽ ഒരു രാശിയിൽ നിൽക്കുക 1 വർഷമാണ്. ഈ 12 രാശികളിലും സഞ്ചരിക്കുമ്പോഴാണ് 12 വർഷം തികയുക. നാം ഒരു വ്യാഴവട്ടമെന്ന് പറയുന്നത് ഈ 12 വർഷത്തെയാണ്. അത് ചിലപ്പോൾ 1 വർഷം 15 ദിവസമാകാം. ന്യായമായും വ്യാഴം 1 വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക. അതിൽ പലപ്പോഴും സൂര്യനോട് അടുക്കുന്ന സമയത്ത് ഗ്രഹത്തിന് മൗഢ്യമുണ്ടാകാം. ചിലപ്പോൾ ആന്റി ക്ലോക്ക് വൈസായി വക്രിയായിട്ട് ഗ്രഹം അപ്രദക്ഷിണമായിട്ട് വരും. അതിന് വക്രി എന്നാണ് പറയുക. അത് വളരെ നല്ലതാണ്. വക്രനസ്തു മഹാവീര്യാഹ. വക്രിയായ ഗ്രഹം നല്ല ഫലത്തെ ചെയ്യും. മൗഢ്യമാണെങ്കിലോ മൗഢ്യം ഗതാസ്തേ വിഫലാഹ. മൗഢ്യമുള്ള ഗ്രഹം ഫലത്തെ ദോഷമായി
പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ 12-ലാണ് വ്യാഴം എന്ന് പറയുന്നത്. അതെ. എന്താണ് ഇതിന്റെ ദോഷങ്ങൾ? ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ മോശപ്പെട്ട ഭാവങ്ങളാണ്. ഇവിടെ 12-ാം ഭാവം എന്നാൽ ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്നത് പാപം, വ്യയം ച പതനം, നിരയം, വാമം അമ്പകം, സ്ഥാനഭ്രംശം ച വൈകല്യം, ദ്വാദശേന വിചിന്തയേത്. പാപം, വ്യയം ചെലവ്, പതനം വീഴ്ച ഡിസ്പ്ലേസ്മെന്റ്, നിരയം നരകം, വാമമമ്പകം ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം സ്ഥാനചലനം, വൈകല്യം, ഇതൊക്കെയാണ് 12-ാം ഭാവം കൊണ്ട് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് 7-ാം ഭാവാധിപത്യമുള്ള വ്യാഴവും 10-ാം ഭാവാധിപത്യമുള്ള വ്യാഴവും അതിൻ്റെ കാരകധർമ്മങ്ങൾ 12-ാം ഭാവത്തിൽ ദോഷമായി ചെയ്യുന്നു. 12-ാം ഭാവത്തിന് ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഖലഹ എന്നാണ്, മൂർഖ എന്നാണ്. അപ്പൊ 12-ാം ഭാവത്തിലുള്ള വ്യാഴം വരുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മൂർഖചിത്തരാകുന്നു, വളരെയധികം പ്രകോപിതരാകുന്നു, അന്യായമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അവരെ ഉപദേശിച്ച് നമുക്ക് നന്നാക്കാൻ കഴിയുകയില്ല, വളരെയധികം പ്രതിസന്ധികൾ പെടും. അതുകൊണ്ട് യശക്കീദൃശേ സദ്വയ സാഭിമാനേ, യശക്കീദൃശേ എങ്ങനെ പ്രശസ്തി ഉണ്ടാകും? സദ്വയേ സാഭിമാനേ, എത്ര അഭിമാനത്തോടുകൂടി കാശ് ചെലവഴിച്ചാലും 12-ലെ വ്യാഴം യശസ് നൽകില്ല. മതി കീദൃശി വഞ്ചനാജേത് പരേഷാം, മറ്റുള്ളവർ തന്നെ ചതിച്ചിട്ട് തൻ്റെ ബുദ്ധി നേർക്ക് നിൽക്കുകയില്ല. വിധി കീദൃശ അർത്ഥനാശസ്യേന, ധനം നശിച്ച് താൻ വിധിയെ പഴിക്കുന്നു. ഇതൊക്കെയാണ് 12-ലുള്ള വ്യാഴം ചെയ്യുന്ന ഭാവഫലങ്ങൾ എന്ന് ചമത്കാര ചിന്താമണികാരൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 7-ാം ഭാവാധിപനായ വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു? വിവാഹ ദോഷം ഉണ്ടാക്കുന്നു, വിവാഹത്തിന് കാലതാമസം വരുന്നു, വൈവാഹികമായ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് മിഥുനം യുഗ്മരാശിയാണ്, വിവാഹരാശിയാണ്. അപ്പോൾ വിവാഹ തടസ്സം ഉണ്ടാക്കുന്നു, ഒന്നാമത്തെ കാര്യം. പിന്നെയോ ജാമാതുർവ്യസനം, മാതാപിതാക്കൾക്ക് ജാമാതുവിനെ കൊണ്ട് ദുഃഖമുണ്ടാകുന്നു. ജാമാതു എന്നാൽ മകളുടെ ഭർത്താവ്. അപ്പൊ മകളുടെ ഭർത്താവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. കളത്ര വിരഹം, വിവാഹം കഴിച്ച വ്യക്തിക്ക് ഭാര്യയുമായിട്ട് വിരഹമുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ കർമ്മമേഖല മാറിപ്പോകുന്നു. കാരണം കർമാധിപനാണ് 12-ൽ. ഇന്ന ജോലി സ്ഥലത്തിൽ നിന്നും അദ്ദേഹം വളരെ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് ജോലിയിലേക്ക് മാറിപ്പോകുന്നു. അവർ പരസ്പരം അകന്നു ജീവിക്കേണ്ടി വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും അകന്നു നിൽക്കുക. ഡൈവേഴ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയമാണിത്. സ്ത്രീഹേത്വനർത്ഥാഗമം, സ്ത്രീകൾ കാരണം അനർത്ഥമുണ്ടാകുന്നു എന്ന് വെച്ചാൽ സ്ത്രീ വിഷയത്തിൽ പെടുക, അനാവശ്യമായിട്ട് സ്ത്രീ സംബന്ധമായ വിവാദത്തിൽപ്പെട്ട് തൻ്റെ പേര് നഷ്ടപ്പെടുന്നു. വ്യാഴം പുത്രകാരകനാണ്. മക്കളെ പോലുള്ള ചെറിയ കുട്ടികളെയൊക്കെ നാം താലോലിക്കുക. അനാവശ്യമായിട്ട് അവരോട് കൂടുതൽ അടുത്തു നിൽക്കുമ്പോൾ പലപ്പോഴും കേസുകൾ വരാൻ ഒരു പ്രയാസവുമില്ല. വളരെ ശ്രദ്ധിക്കണം. പിന്നെ 7-ാം ഭാവാധിപൻ ജാതകത്തിൽ ദുർബലമായി നിൽക്കുമ്പോൾ അസത്യ അഭിരതിയും അസതികളുമായിട്ട്, സതികളല്ലാത്ത മോശമായ ചരിത്രമുള്ള സ്ത്രീകളുമായി രതി താല്പര്യം വരും. ഗുഹ്യാമയം, ഗുഹ്യ സംബന്ധമായ രോഗങ്ങൾ വരും. പാടനം, ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വരും. ഇതൊക്കെ 7-ാം ഭാവാധിപനായ വ്യാഴം ഉണ്ടാക്കുന്നു. പിന്നെ 10-ാം ഭാവാധിപനായ വ്യാഴമാണെങ്കിലോ കർമ്മതടസ്സം, ജോലി നഷ്ടപ്പെടുക, കർമ്മ വിഷയത്തിലേക്ക് വളരെയധികം പ്രതിസന്ധികൾ വരിക. ക്ഷേത്രം, ദേവാലയം, മഠം, ഇതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനത്തുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ആ സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുന്നു. അത് വിവാദത്തിലൂടെ, കോടതി ഉത്തരവിലൂടെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. സ്ഥാനഭ്രഷ്ട എന്ന ശോഭന്റെ ദണ്ഡാകേശ നഖ നരാഹ എന്നാണ്. സ്ഥാനചലനം സംഭവിക്കുന്ന നഖം, പല്ല്, മുടി, മനുഷ്യൻ, ഇവർ ഒരിക്കലും ശോഭിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് വിലയേറിയ ഉപദേശം ഈ മിഥുനൻ രാശിക്കാർക്ക് വേണമെങ്കിൽ ഈ
12-ലുള്ള വ്യാഴം, അടുത്ത ജന്മവ്യാഴം വരുന്ന സമയം 2 വർഷം ഈ ദേവാലയങ്ങൾ, മഠങ്ങൾ, അനാഥാലയങ്ങൾ മുതലായ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെയുള്ള പദവികളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. മാരാർജി, ഈ ഒരു തടസ്സങ്ങളൊക്കെ പ്രാർത്ഥനയിലൂടെ നേരിടാൻ സാധിക്കുമോ? നിശ്ചയമായും. ഇവിടെ ഗ്രഹം പിഴക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഗ്രഹം, ഏത് ഗ്രഹമാണ് പിഴക്കുന്നത്, അതിനനുകൂലമായ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നമുക്ക് നേരിടാം. ഏറ്റവും ശ്രദ്ധിക്കുക, ഗ്രഹം പിഴച്ചിരിക്കുകയാണ്, അകാലചര്യാം, അസമയത്തുള്ള യാത്ര ഉപേക്ഷിക്കുക, മൃഗയ, നായാട്ട് പഴയകാലത്ത് വലിയ വിനോദ. അപ്പോൾ സാഹസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക. സുദൂരയാനം, വളരെ ദൂരത്ത് യാത്ര ചെയ്ത് താമസിച്ച് വരുന്ന പരിപാടികൾ നിർത്തുക. വാഹനങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുക. പിന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം, ഈ വ്യാഴത്തിനെ പ്രാർത്ഥനയിലൂടെ എങ്ങനെ നേരിടാം? പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാരായണ കവചം ജപിക്കുക. നാളെ പഠിച്ചു തീർക്കണമെന്നില്ല, നിത്യവും കേൾക്കുക. ക്രമേണ അത് ഹൃദ്യസ്ഥമാകാൻ ശ്രമിക്കുക. വിഷ്ണു ക്ഷേത്ര സന്ദർശനം തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശിച്ച് പാൽപായസം, തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. പ്രത്യേകിച്ച് എനിക്ക് പറയുവാനുള്ളത്, ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. അതിൻ്റെ ശ്രേയസ്സിനായിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നക്ഷത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. ശത്രുദോഷം മാറാൻ വേണ്ടി സുദർശന ഹോമം അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക. ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുഷിഞ്ഞു നിൽക്കുന്ന, മോശപ്പെട്ട 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടേതാക്കി മാറ്റുക. മിഥുനൻ രാശിയിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നത്? മിഥുനൻ രാശിയിൽ മകേരൻ നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, മുഴുനാൾ നക്ഷത്രമായ തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക, ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ വരുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഞാൻ മിഥുനൻ രാശിയുടെ ആ സ്വാഭാവികമായ വിവരണങ്ങൾ നടത്തുന്ന വേളയിൽ വിട്ടുപോയി. ശ്രീ സുധീഷ് അത് ഓർമ്മിപ്പിച്ചതിൽ വളരെ സന്തോഷം. പ്രിയമുള്ളവരെ, ചാരവശാൽ മിഥുനം രാശിക്കാർക്ക് വ്യാഴമുണ്ടാക്കുന്ന ഗുണദോഷങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും വ്യാഴം ഒരു സ്വസ്ഥമായ സാമ്പത്തികമായ മാനസികമായ ഊർജം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.